ഷിബിന യോമന്റെ വെൽക്കം ടു ഹൗ ടു മേക്ക് ഇറ്റ് ഈസി. നിങ്ങൾ എല്ലാവരും പഠിക്കാതിരിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും മൊബൈലിൽ നോക്കിയിട്ട് ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആവുന്നുള്ളത് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ട് നോക്കാനോ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാനോ എന്തെങ്കിലും വീഡിയോ റെഫർ ചെയ്യാനോ PDF നോക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഫോൺ എടുക്കുന്നുണ്ടാവുക. പക്ഷേ അത് നമ്മൾ മറന്നു പോകും. പിന്നെ 1-2 മണിക്കൂർ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത്രത്തോളം സമയം വേസ്റ്റ് ആയി പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ അഡിക്ഷൻ മാറ്റം അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഫോണിന്റെ യൂസേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നല്ല രീതിയിൽ മാറ്റം വരാൻ വേണ്ടി പറ്റും. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. നമ്പർ 1, ടേൺ ഓഫ് എവറി നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ എന്തൊക്കെ സോഷ്യൽ മീഡിയ ആപ്സ് ഉണ്ടോ അതിലത്തെ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ഓഫ് ആക്കി വെക്കുക. ഈ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പഠിക്കാതിരിക്കും, അപ്പോഴേക്കും വാട്സ്ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ, ഇൻസ്റ്റാഗ്രാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങുന്നത്. ആ സമയത്ത് എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ അത് എടുക്കുന്നു. പിന്നീട് സമയം പോകാൻ നമ്മൾ പോലും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, എല്ലാ സോഷ്യൽ മീഡിയ ആപ്സിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓഫ് ആക്കി വെക്കും. ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, റിമൂവിംഗ് ഓർ ഹൈഡിങ് ആപ്സ്. അതെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഏത് സ്ഥലത്താണ് നമ്മളുടെ സ്ക്രീനിൽ, ഏത് സ്ഥലത്താണ് വാട്സ്ആപ്പ് ഉള്ളത്, ഏത് സ്ഥലത്താണ് ഇൻസ്റ്റാഗ്രാം ഉള്ളത്, ഏത് സ്ഥലത്താണ് സ്നാപ്ചാറ്റ് ഉള്ളത്, നിങ്ങൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കൈ അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്സ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഫോൾഡറിന്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ കാണൂല, വാട്സ്ആപ്പ് നോക്കിയാൽ കാണൂല. ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും. ആ ഒരു സമയത്ത് തന്നെ നമ്മളെ ബ്രെയിൻ ഒരു സാധനം കിട്ടുകയും ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഫോൺ നോക്കേണ്ട സമയമില്ല, ഫോൺ അവിടെ വെക്കുക എന്നുള്ളൊരു സിഗ്നൽ കൂടി നമുക്ക് ആ സമയത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ആപ്സും, നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആപ്സും ഹൈഡ് ചെയ്ത് വേറൊരു ഫോൾഡറിന്റെ ഉള്ളിലാക്കിയിട്ട് പെട്ടെന്ന് കാണാത്തൊരു സ്ഥലത്താക്കിയിട്ട് മാറ്റി വെക്കാം. നമ്പർ 3, സെറ്റ് ആപ്പ് ലിമിറ്റ്സ്. നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഓരോ ആപ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഓരോ ആപ്സിനും നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ആപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഓരോ ആപ്പിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഡിസ്ട്രാക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്പർ 4, ഫുൾ സ്ക്രീൻ. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കത് മനസ്സിലാകാത്ത ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ പല കുട്ടികളും ചെറിയ സ്ക്രീനിലായിരിക്കും കാണുന്നത് അല്ലേ, ഫുൾ സ്ക്രീൻ ആക്കാതെ ആ ഒരു ചെറിയ സ്ക്രീനിലായിരിക്കും കാണുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയോ, നിങ്ങൾ ആ ചെറിയ സ്ക്രീനിൽ വീഡിയോ കാണുന്ന സമയത്ത് താഴെ ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ കണ്ടുവെച്ച നിങ്ങളുടെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് താഴെ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സിന്റെ വ്ലോഗ്സ് ആയിരിക്കാം, പല പല കാര്യങ്ങളായിരിക്കാം. അപ്പൊ നമ്മൾ മുകളിലൊരു കാര്യം കാണുമ്പോൾ എന്താവും, നമ്മൾ താഴത്തെ കാര്യം കാണുമ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മുടെ ബ്രെയിൻ എന്താണ്, നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുപോകും. അപ്പോൾ മുകളിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു വീഡിയോ ആണ്, താഴെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗർ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാവും നിങ്ങൾ ഏതിനാണ് കൂടുതലായിട്ടും എൻജോയ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ എന്താവും, നിങ്ങൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യും, പിന്നെ നമ്മൾ ആ പഠിക്കാൻ വന്ന കാര്യങ്ങൾ അവിടെ വിട്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെറിയ സ്ക്രീനിൽ വീഡിയോ കാണരുത്. നിങ്ങൾ എന്തിനു വേണ്ടി യൂട്യൂബ് എടുത്താലും പഠിക്കാനുള്ള ആവശ്യത്തിൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അത് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാം. ആ സമയത്ത് നമുക്ക് എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കിയിട്ട് നമ്മൾ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണുകയും ചെയ്യും. അതുകൊണ്ട് ഇനി എന്താക്കണം, നിങ്ങൾ ചെറിയ സ്ക്രീനിൽ വീഡിയോ കാണാൻ നിർത്തിയിട്ട് വലിയ സ്ക്രീനിൽ തന്നെ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണണം. നമ്പർ 5, ഗ്രേ സ്കെയിൽ മോഡ്. ഇത് നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയാൽ കാണാൻ വേണ്ടി പറ്റും ഗ്രേ സ്കെയിൽ മോഡ് എന്നുള്ളത്. ഈ ഒരു മോഡ് നിങ്ങൾ ഓൺ ആക്കി ഇടുകയാണെങ്കിൽ നിങ്ങൾ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും, അല്ലെങ്കിൽ അത് നോക്കുന്ന സമയത്ത് വേണ്ട, അതായത് ഇതിലൂടെ വെക്കാന്ന് വെച്ചിട്ടുള്ള ഒരു ബോർ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ആ കളർഫുൾ സാധനങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ ഫോൺ മൊത്തത്തിൽ ഏത് ആപ്പ് തുടർന്നാലും അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓണിലാണ് കാണുക. അത് നമ്മുടെ ബ്രെയിനെ പെട്ടെന്ന് തന്നെ അതവിടെ മാറ്റി വെച്ച് ബോറടിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രേ സ്കെയിൽ മോഡിലേക്ക് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഈ ഒരു ഫോൺ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല, നിങ്ങൾ പഠിക്കാൻ പോകുന്ന റൂമിലേക്ക് ഒരിക്കലും ഫോൺ എടുത്ത് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് കാണാം. ആ പഠിക്കാൻ പോകുന്ന റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകരുത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ ഒരുപാട് ടൈം ടേബിൾസ് ഇപ്പോൾ പേജിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 2 മണിക്കൂർ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കറക്റ്റായിട്ട് 2 മണിക്കൂർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയുള്ള ഒരു റിവാർഡായിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതൊരു സമയം വേസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നില്ല. നമുക്ക് കിട്ടിയ എന്താ പറയുക, ഒരു റിവാർഡായിട്ടാണ് നമ്മളിത് കൂട്ടുക. അങ്ങനെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ ഉപയോഗിച്ചോളൂ. പക്ഷെ അതൊരു 1 മണിക്കൂർ 2 മണിക്കൂറിലേക്ക് പോകരുത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, സമയം എന്ന് പറയുന്ന ഒരുപാട് വിലപ്പെട്ടൊരു സാധനമാണ്. അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അത് പഠിക്കുന്ന സമയത്താണെങ്കിലും എന്ത് സമയത്താണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും
ഫോണായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ ഫോൺ നോക്കിയിട്ട് ഒരുപാട് സമയം കളയുന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റം അത് വളരെ വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും ഫോൺ അഡിക്ഷൻ ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ഓൺ ആക്കുക. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും, എന്നാൽ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവിടെ വെച്ചാൽ പോയ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി നമ്മൾ എത്ര നേരം അങ്ങനെ ഇരിക്കും? അത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. നമുക്കറിയാം ഫോൺ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാണ് നമുക്ക് ഓൺ ആക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഈ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരു എഫേർട്ട് അവിടെ ഇടുന്നുണ്ട്. ഞാനിത് എടുക്കില്ല എന്ന് പറയുന്നൊരു എഫേർട്ട് അവിടെ ഇടുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം അത് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കുക. പഠിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് കളിക്കുമ്പോൾ ഓരോ തവണയും നിങ്ങൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക, ഞാൻ എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കാണ്ട് വിലപ്പെട്ട സമയം ഞാൻ വെറുതെ കളയാണെന്നുള്ളത് നിങ്ങളെ തന്നെ ഓർമ്മിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്റ്റഡി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും സ്റ്റഡി ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും കരിയർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോൺ അഡിക്ഷൻ ഉള്ള നിങ്ങളുടെ ഫ്രണ്ടിന് വീഡിയോ അയച്ചു കൊടുക്കാനും ആരും മറക്കണ്ട.